ദേശവ്യാപകമായി ചേർന്ന കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സംയുക്ത സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ആഗസ്റ്റ് മാസം 10-ാം തീയതി ദേശവ്യാപകമായി പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ പിക്കറ്റ് ചെയ്ത് അറസ്റ്റ് ഒരുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാന മുദ്രാവാക്യമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ലേബർ കോഡ് 4 ലേബർ കോഡ് റദ്ദ് ചെയ്യുക, അതുപോലെ തന്നെ കർഷകരെ ബാധിക്കുന്ന കർഷക തൊഴിലാളികളെ ബാധിക്കുന്ന സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക. ഈ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളും മറ്റു ചില ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരം രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ ജനവിരുദ്ധ നയങ്ങളും ഇന്ത്യൻ കുത്തക മുതലാളിമാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നയ സമീപനങ്ങളും സ്വീകരിച്ചപ്പോഴൊക്കെ തന്നെ സമരം ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആ സമരത്തെയൊക്കെ തന്നെ നരേന്ദ്രമോദി അടിച്ചമർത്തുമെന്നുള്ള നിലയിലുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ നേരത്തെ എം വിജയകുമാർ ഇവിടെ സൂചിപ്പിച്ച പോലെ കർഷകർ നടത്തിയ സമരത്തിന്റെ ചരിത്രം ഇവിടെ സൂചിപ്പിച്ചു. ആ ചരിത്രം ഇന്ത്യയിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും സംബന്ധിച്ചിടത്തോളം ആവേശജനമായിട്ടുള്ള സമരമായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് വിവിധതരം പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ സമരം SFIയും AISF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ മറ്റ് സ്വതന്ത്ര ചിന്താധിക്കാരായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളും നേതൃത്വത്തിൽ നടത്തിയ സമരം, ആ സമരത്തെ പരിഹസിച്ചെങ്കിലും ആ സമരം അവസാനം ചർച്ച ചെയ്ത് ഒത്തുതീർപ്പുണ്ടാക്കി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് 29ഓളം വരുന്ന ലേബർ കോഡുകൾ ഉണ്ടായിരുന്നു. ആ 29ഓളം വരുന്ന നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവരുടെ എല്ലാ ആവശ്യങ്ങളും ബന്ധപ്പെട്ട അധികാരികളുമായി നിയമപരമായി തന്നെ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന് വേണ്ടി ഉതകുന്ന രൂപത്തിലുള്ള നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ നിയമങ്ങൾ ആകെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് റദ്ദ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 4 നിയമങ്ങളായി മാറ്റിയിരിക്കുകയാണ്. നേരത്തെ ഉദ്ഘാടകൻ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള TP രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും മത്സരിച്ച് ആ നിയമം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയിൽ ആ നിയമം നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് മാത്രമല്ല, വെറുതെ ഒരു യാന്ത്രികമായ ഒരു നിലപാടല്ല സ്വീകരിച്ചത്. എന്തുകൊണ്ട് ആ നിയമത്തെ മാറ്റണം? എന്തെല്ലാം നടപടികളാണ് നമുക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി കഴിയുന്നത്? ഇന്ത്യൻ ഭരണഘടന പറയുന്ന സംസ്ഥാന കേന്ദ്ര വിഷയങ്ങളായിട്ടുള്ള തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയുള്ള അധികാരാവകാശം സംസ്ഥാനങ്ങൾക്കുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നിയമം തൊഴിലാളി വിരുദ്ധമാണെങ്കിൽ ആ നിയമത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിൽ നിയമം ഉണ്ടാക്കുന്നതിനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടനയെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നിപ്പോ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയം വന്നു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ രംഗത്തെ വിഷയമായി ആയിക്കോട്ടെ, കർഷകരുടെ വിഷയമായി ആയിക്കോട്ടെ, കർഷക തൊഴിലാളികളുടെ വിഷയമായിക്കോട്ടെ, ഏത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കേന്ദ്രം എന്ന് പറഞ്ഞ് ഒഴിയുന്ന സ്ഥിതിയാണ് ഉള്ളത്. കേന്ദ്രത്തിന്റെ എല്ലാ ജനവിരുദ്ധ നയങ്ങളെയും നടപ്പിലാക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നിരവധി കർഷക നേതാക്കളും തൊഴിലാളി നേതാക്കളും സംസാരിക്കാറുണ്ട്. ഈ സമരം ഇന്ന് സൂചന മാത്രമാണ്. അതിശക്തമായ സമരം ഈ ലേബർ കോഡിന്റെ കാര്യത്തിലും കർഷകരുടെ കാര്യത്തിലും ഒക്കെ തന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നവരെ അധിചലമായ പോരാട്ടമായി മുന്നോട്ട് പോകുമെന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സഹാക്കളെ അഭിവാദ്യങ്ങൾ.